നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കുന്നുകഴകം ഭഗവതി ക്ഷേത്ര ഭരണി മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ചൊവ്വാഴ്ചയാണ് ആയിരത്തിരി മഹോത്സവം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ. പെരിയ കേരള കേന്ദ്ര കലാശാലയിൽ മൂന്നാമത് ബിരുദദാന ചടങ്ങും 10ാം സ്ഥാപക ദിനാഘോഷവും ശനിയാഴ്ച നടക്കും. കേരള ഗവർണർ ജസ്റ്റിസ് P. സദാശിവം അടക്കമുള്ള പ്രമുഖർ ചടങ്ങുകളിൽ പങ്കെടുക്കും. തുളു ജനവിഭാഗത്തിന്റെ കലാസാംസ്കാരിക സ്വപ്നങ്ങൾക്ക് നിറവർണം നൽകാൻ മഞ്ചേശ്വരം ദുർഗിപ്പള്ളത്ത് തുളു ഭവൻ വരുന്നു. നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇച്ചിലങ്കോട് നീർത്തട വികസന പദ്ധതി പ്രവൃത്തി ഉദ്ഘാടന പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. P. കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചെർക്കള ബാലടുക്ക അൻസാറുൽ മുസ്ലിമിൻ അസോസിയേഷൻ സിൽവർ ജൂബിലി സമാപന സംഗമത്തിന് തുടക്കം. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മൃഗവേട്ടയ്ക്കിറങ്ങിയ 5-അംഗ നായാട്ട് സംഘത്തെ കാസർഗോഡ് ഫോറസ്റ്റ് റേഞ്ച് ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടി. കരിവേടകം സ്വദേശികളായ P. സുകുമാരൻ, ശ്രീജിത്ത്, മണികണ്ഠൻ, നാരായണൻ, മഹേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച പുലർച്ചെ കാസർഗോഡ് ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ MK നാരായണന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കാനത്തൂരിന് സമീപം പയർപ്പള്ളത്ത് വാഹനം വെച്ചാണ് സംഘത്തെ പിടികൂടിയത്. സംഘം കാറിൽ വരുന്നതിനിടെ ഫോറസ്റ്റ് അധികൃതർ റോഡിൽ വാഹനം കുറുകിയിട്ട് തടയുകയായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് തോക്കുകളും തിരകളും കണ്ടെത്തിയത്. ഇവരിൽ നിന്നും 7 തോക്കുകൾ പിടികൂടി. ഇതിൽ 2 തോക്കുകൾ ലൈസൻസ് ഉള്ളതും 5 തോക്കുകൾ ലൈസൻസ് ഇല്ലാത്തതുമാണെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. നിരവധി തിരകളും പിടികൂടിയിട്ടുണ്ട്. സംഘം സഞ്ചരിച്ച മാരുതി കാറും ഫോറസ്റ്റ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ കാസർഗോഡ് ഭാഗത്തെ വനമേഖലയിലേക്ക് മൃഗവേട്ട നടത്തുവാൻ പോവുകയായിരുന്നുവെന്ന് മൊഴി നൽകി. ഇവർക്കൊപ്പം മറ്റൊരു സംഘം വാഹനത്തിൽ വരുന്നതായി വിവരം ലഭിച്ചെങ്കിലും ഇവർ പിടിയിലായതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് കരുതുന്നു. രാവിലെ 7:30 കണ്ണൂർ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO CV രാജൻ സാറിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വനത്തിനകത്ത് നായാട്ട് സംഘം പുറപ്പെട്ടിട്ടുണ്ട്, വലിയൊരു നായാട്ട് സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ കാറടുക്ക റിസർവ് വനത്തിലെ പയർപ്പള്ളത്ത് വെച്ച് നായാട്ട് സംഘത്തിലെ ഒരു ഭാഗത്തെ പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. 5 പ്രതികളെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 7ഓളം തോക്കുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അതിലുപയോഗിക്കുന്ന തിരകൾ മറ്റും കണ്ടെടുത്തിട്ടുണ്ട്. നായാട്ട് സംഘത്തെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ റേഞ്ച് സെക്ഷൻ ഓഫീസർ K. മധുസൂദനൻ, BFOമാരായ P. ശ്രീധരൻ, K. രാജു, VV പ്രകാശൻ, ഡ്രൈവർ പ്രദീപ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. പെരിയ ഇരട്ടക്കൊലയ്ക്ക് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 48 മണിക്കൂർ നിരാഹാര സമരം അവസാനിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലിന് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച മുതലാണ് DCC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ BC റോഡ് പരിസരത്ത് ഉപവാസ സമരം ആരംഭിച്ചത്. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്ത സമരത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. കോൺഗ്രസിന്റെയും UDFന്റെയും സംസ്ഥാന നേതാക്കളടക്കം നിരവധി പേരാണ് സമരപ്പന്തൽ സന്ദർശിച്ചത്. സമരപ്പന്തൽ സന്ദർശിച്ച നേതാക്കൾ കേസന്വേഷണം CBIക്ക് കൈമാറണമെന്നും ഇല്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അറിയിച്ചു. കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ, ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ തുടങ്ങിയവരും സമരപ്പന്തലിലെത്തി. ഉണങ്ങാത്ത കണ്ണുനീരുമായി സമരപ്പന്തലിലെത്തിയ കൃഷ്ണനും സത്യനാരായണനും മക്കളുടെ കേസന്വേഷണം CBI ഏറ്റെടുക്കുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മരണം വരെ നിരാഹാര സമരം കിടക്കുമെന്നും അറിയിച്ചിരുന്നു. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി കവിയരങ്ങടക്കമുള്ള പരിപാടികളും സമരപ്പന്തലിൽ ഒരുക്കിയിരുന്നു. വ്യാഴാഴ്ച രാവിലെ KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ DCC അധ്യക്ഷൻ ഹക്കീം കുന്നിലിന് നാരങ്ങാനീര് നൽകിയതോടെ ഉപവാസ സമരത്തിന് സമാപനമായി. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു.
പക്ഷേ നാളെ ഒരു കുട്ടി പോലും ഇവിടെ നഷ്ടപ്പെടാതിരിക്കാൻ ഇതുപോലെ ക്രൂരത ചെയ്യുന്നവന്റെ കയ്യിൽ ചങ്ങല വീഴാൻ അവരെ ശക്തമായ നിയമത്തിന്റെ ബന്ധനത്തിലെത്തിക്കാൻ നിങ്ങൾ നടത്തുന്ന ധർമ്മ സമരം ഇത് എനിക്ക് വേണ്ടിയോ എന്റെ കുട്ടി നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ പോലും നാളത്തെ നമ്മുടെ നാടിലെ ജനാധിപത്യ വിശ്വാസികളായ യുവാക്കൾക്ക് അതുപോലെ സാധാരണ പ്രവർത്തകന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു താക്കീതായി മാറാൻ നിങ്ങളുടെ ഈ ദൗത്യം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആ രണ്ടച്ഛന്മാരും വികാരനിർഭരമായി ഇവിടെ പറഞ്ഞത് ഞങ്ങൾ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുന്നു. ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം നീതിക്ക് വേണ്ടി നടത്തുന്ന ഈ ധർമ്മ സമരം അതിന്റെ വിജയം കണ്ടേ അടങ്ങൂ എന്ന് പ്രതിജ്ഞ ഇവിടെ കുറിച്ചുകൊണ്ട് ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളും UDFന്റെ ഘടകകക്ഷി നേതാക്കളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര ഭരണി മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ചൊവ്വാഴ്ചയാണ് ആയിരത്തിരി മഹോത്സവം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 രാത്രി 9 മണിക്ക് ഭണ്ഡാര വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് പുറപ്പെടും. ശുദ്ധികർമ്മങ്ങളും കലശാട്ടും അനുബന്ധ ചടങ്ങുകൾക്ക് ശേഷം 5 ദിവസം നീളുന്ന ഭരണി ഉത്സവത്തിന് 12:30 കൊടിയേറും. തുടർന്ന് കരിപ്പോടി പ്രാദേശിക സമിതിയുടെയും കരിപ്പോടി പ്രദേശ് UAE കമ്മിറ്റിയുടെയും വക ആചാര വെടിക്കെട്ട് നടക്കും. 3 ഭൂതബലി ഉത്സവ ദിവസം തൃക്കണ്ണാട് ക്ഷേത്ര സമിതിയുടെ ഭജന, ലളിത സഹസ്രനാമ പാരായണം, ഭൂതബലി പാട്ട്, പുലർച്ചെ ഭൂതബലി ഉത്സവം എന്നിവ നടക്കും. 4-ാം തീയതി താലപ്പൊലി ഉത്സവം, ഉത്സവബലി, തെക്കേക്കര പള്ളം അയ്യപ്പ മന്ദിരം സംഘത്തിന്റെ ഭജന, ലളിത സഹസ്രനാമ പാരായണം, കടകം ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി, പാലന്തായി കണ്ണൻ എന്ന നാടകവും ഉണ്ടാകും. 5-ന് ചൊവ്വാഴ്ചയാണ് ആയിരത്തിരി മഹോത്സവം. രാത്രി 10 മുതൽ 5 പ്രദേശങ്ങളിൽ നിന്ന് തിരുമുൽ കാഴ്ചയെത്തും. കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. 5-ാം തീയതിയാണ് പ്രധാനപ്പെട്ട ചടങ്ങായ ആയിരത്തിരി മഹോത്സവം. അന്ന് 5 തിരുമുൽക്കാഴ്ചകളാണ് ഇപ്രാവശ്യം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. അതുപോലെ ഉദുമ പടിഞ്ഞാർക്കര തിരുമുൽക്കാഴ്ച, ബേവൂരി പ്രദേശ് തിരുമുൽക്കാഴ്ച, പള്ളിക്കര തണ്ണീർപ്പുഴ തിരുമുൽക്കാഴ്ച, മംഗലാപുരം തിരുമുൽക്കാഴ്ച, കളനാട് വടക്കേക്കര തിരുമുൽക്കാഴ്ച. കളനാട് വടക്കേക്കര തിരുമുൽക്കാഴ്ചയുടെ ഭാഗമായിട്ട് ഒരു കാഴ്ചാവസ്തു സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആ പ്രദേശത്തെ 3 കുട്ടികൾക്ക് ഒരു സഹായം അല്ലെങ്കിൽ ഒരു എന്ന രീതിയിൽ അവർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഇതിനു മുമ്പ് നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ 2 ദിവസങ്ങളിലായിട്ട് 3-4 തീയതികളിലായിട്ട് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് 4-ാം തീയതി രാത്രി പാലന്തായി കണ്ണൻ എന്ന നാടകം കൂടി ഇറങ്ങേറുന്നുണ്ട്. ക്ഷേത്രം ഭാരവാഹികളായ K. ബാലകൃഷ്ണൻ, കൃഷ്ണൻ പാത്തിക്കാൽ, PP. ചന്ദ്രശേഖരൻ, ഉദയമംഗലം സുകുമാരൻ, P. കുമാരൻ പള്ളിക്കര, T. ബാലകൃഷ്ണൻ കണ്ണംവയൽ, കൃഷ്ണൻ ചട്ടഞ്ചാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ 3ാമത് ബിരുദദാന ചടങ്ങും 10ാം സ്ഥാപക ദിനാഘോഷവും ശനിയാഴ്ച നടക്കും. കേരള ഗവർണർ ജസ്റ്റിസ് P. സദാശിവം അടക്കമുള്ള പ്രമുഖർ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്ന് സർവകലാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11 മണിക്കാണ് ബിരുദദാന ചടങ്ങ് നടക്കുന്നത്. കേരള ഗവർണർ ജസ്റ്റിസ് P. സദാശിവം ബിരുദദാനം നിർവഹിക്കും. വൈകുന്നേരം 5:30 നടക്കുന്ന സർവകലാശാലയുടെ 10ാം സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ ഗുജറാത്ത് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ S.A. ബാരി മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിൽ സർവകലാശാല അധികൃതരും ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കും. യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ കോൺവക്കേഷൻ നമ്മളിപ്പോഴത്തെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. രാവിലെ 11 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. 12:30 വരെ പ്രോഗ്രാം നീണ്ടു നിൽക്കുന്നതായിരിക്കും. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ കേരള ഗവർണർ ജസ്റ്റിസ് സദാശിവമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഡോക്ടർ ജയപ്രസാദ്, ഡോക്ടർ എ. രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷമായ തുളു ജനവിഭാഗത്തിന്റെ കലാ സാംസ്കാരിക സ്വപ്നങ്ങൾക്ക് നിറവർണം നൽകാൻ മഞ്ചേശ്വരം ദുർഗിപ്പള്ളത്ത് സാംസ്കാരിക കേന്ദ്രം വരുന്നു. തുളു ഭവൻ എന്ന നാമകരണം ചെയ്തിട്ടുള്ള സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള തുളു അക്കാദമിയുടെ നേതൃത്വത്തിലാണ് തുളു ഭവൻ ഉയരുന്നത്. കേരള സർക്കാർ സ്പീക്കർ ശ്രീ P. തുളു ഭാഷയെയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും തുളുഭവൻ യാഥാർത്ഥ്യമാകുന്നതോടെ തുളുനാടിന്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഊർജം ലഭിക്കുമെന്നും അധ്യക്ഷത വഹിച്ച P. കരുണാകരൻ MP പറഞ്ഞു. തുളു അക്കാദമി ചെയർമാൻ ഉമേഷ് M. സാലിയാൻ പദ്ധതി വിശദീകരണം നടത്തി.
2007 സ്ഥാപിതമായ കേരള തുളു അക്കാദമിക്ക് മഞ്ചേശ്വരം താലൂക്കിൽ കടമ്പാർ വില്ലേജിലെ ദുർഗിപ്പള്ളിയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച സ്ഥലത്താണ് തുളു ഭവൻ നിർമ്മിക്കുന്നത്. തുളു ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സമുദ്ധാരണത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട തുളു അക്കാദമിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുളു ഭവൻ ഊർജം പകരും. തുളു അക്കാദമിയുടെ ത്രൈമാസികയായ തെമ്പരയുടെ പ്രകാശനം മുനിയമ്മലെ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു നിർവഹിച്ചു. തുളു മലയാള ഭാഷാ നിഘണ്ടു രചയിതാവ് ഡോക്ടർ AM ശ്രീധരൻ, തുളുഭാഷാ ഗവേഷക ലക്ഷ്മി G പ്രസാദ്, തുളു സാഹിത്യകാരൻ മലാർ ജയറാം റയ്യെ പ്രതിനിധീകരിച്ചെത്തിയ മകൾ സായിഭദ്ര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. K. കുഞ്ഞിരാമൻ MLA, ഡെപ്യൂട്ടി കളക്ടർ N. ജയലക്ഷ്മി, തഹസിൽദാർ P. ജോൺ വർഗീസ്, പൈവളികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി J. ഷെട്ടി, മീഞ്ച ഗ്രാമപഞ്ചായത്ത് അംഗം AP ശൈലജ ബാലകൃഷ്ണൻ, ഗോവിന്ദപ്പൈ സ്മാരക സമിതി സെക്രട്ടറി KR ജയാനന്ദ, തുളു അക്കാദമി സെക്രട്ടറി വിജയകുമാർ പാവള തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ശിലാസ്ഥാപന ചടങ്ങിനോടനുബന്ധിച്ച് തുളു സാഹിത്യകൃതികളുടെ പ്രദർശനവും വിൽപ്പനയും, തുളുനാട്ടിലെ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് KCN. സാമൂഹിക ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും സ്വീകരിക്കുന്ന ആർജിത ജ്ഞാനമൂലധനമാണ് സംസ്കാരമെന്നും ജനാധിപത്യ സമൂഹത്തിൽ വിവിധ സംസ്കാരങ്ങൾ തടസ്സമില്ലാതെ ഒഴുകുമെന്നും നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള തുളു അക്കാദമിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം ദുർഗിപ്പള്ളിയിൽ സ്ഥാപിക്കുന്ന തുളു ഭവന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രബലമായ തുളു സംസ്കാരത്തിനോട് കാണിക്കുന്ന ഉചിതമായ നീതിയാണ് തുളുഭവൻ സാംസ്കാരിക കേന്ദ്രത്തിലൂടെ പ്രായോഗികമാകുന്നത്. തുളു സംസ്കാരത്തിന്റെ ഉന്നത വളർച്ചയ്ക്കും സാധ്യതയ്ക്കും ഊർജം നൽകുന്ന സാംസ്കാരിക കേന്ദ്രമായി വളരുവാൻ തുളുഭവന് സാധിക്കുമെന്നും രാജ്യത്തിന്റെ സാമൂഹിക ധാരയിൽ തുളു സംസ്കാരവും തടസ്സമില്ലാതെ കൂടുതൽ ഊർജത്തോടെ ഒഴുകുമെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ഒരേ ഭാഷയോ ഒരേ ശൈലിയോ ഒരേ ഭൂപ്രദേശമോ ഒരേ ശരീരപ്രകൃതിയോ ഒരേ കാലാവസ്ഥയോ ഇല്ലാത്ത ഒരു നാട് ഒരു രാഷ്ട്രീയമായ അതിർത്തി നിർണയിച്ച് രൂപീകരിക്കപ്പെടുക എന്നത് സാധാരണഗതിയിൽ അത്ര എളുപ്പമായിട്ടൊരു കാര്യമല്ല. പക്ഷെ അസാധാരണമായ ഒരു ആന്തരിക ഊർജം കൊണ്ട് പരസ്പരം ബന്ധിതമായ ഒരു നാടിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നിരവധി വ്യത്യസ്തമായ ഭാഷകളും ഭൂപ്രദേശങ്ങളും കാലാവസ്ഥയുമുള്ള വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും സംഗമഭൂമിയാണ് ഇന്ത്യയെന്നും ശക്തമായ ഭരണഘടനയുടെ കീഴിൽ ഒത്തൊരുമയോടെ പുലരുന്ന വിവിധങ്ങളായ സംസ്കാരങ്ങൾ ലോകത്തിന് തന്നെ അത്ഭുതമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകമായി മുൻകൂർ തയ്യാറാകാത്ത കലർപ്പിന്റെ ഉത്സവമാണ് സംസ്കാരങ്ങൾ. എല്ലാ സംസ്കാരങ്ങളും തടസ്സമില്ലാതെ സാമൂഹിക ജീവിതത്തിൽ ഒഴുകുന്നുവെന്നതിനാലാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മാഹാത്മ്യമിരിക്കുന്നതെന്നും P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. ഇച്ചിലങ്കോട് നീർത്തട വികസന പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. ഇച്ചിലങ്കോട് ഇസ്ലാമിയ ALP സ്കൂളിൽ P. കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും 10-50 ആൾക്കാരുള്ള പ്രത്യേക പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ നമ്മൾ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബോർവെൽ കുടിച്ച് വെള്ളം കൊടുക്കുന്ന സ്ഥിതികൾ. പക്ഷേ പകുതിയിലേറെ ബോർവെൽ കുടിച്ചാൽ വെള്ളം കിട്ടുന്നില്ല എന്നതാണ് സ്ഥിതി. അതിൻ്റെ അർത്ഥം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം റീചാർജിങ് കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ്. മഴ പെയ്താൽ പൂർണ്ണമായിട്ടും മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന സ്ഥിതിയല്ല ഉള്ളത്. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബന്ദിയോട് അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ്, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ VM അശോക് കുമാർ, ഫരീദ സാക്കീർ അഹമ്മദ്, ജമീല സിദ്ദിഖ്, PM മുസ്തഫ, സത്യൻ C. ഉപ്പള, MB യൂസഫ്, പ്രസാദ് റൈ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. നവീകരിച്ച നഗരസഭാ സംവിധാനം നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ സന്ദർശിച്ചു. നഗരസഭയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് സ്പീക്കർ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭ സന്ദർശിക്കാൻ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ എത്തി. നവീകരിച്ച നഗരസഭയിലെ സൗകര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തി. നഗരസഭാ ചെയർമാൻ VV രമേശനും കൂടെയുണ്ടായിരുന്നു. ചെർക്കള ബാലടുക്ക അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷൻ സിൽവർ ജൂബിലി സമാപന സംഗമത്തിന് തുടക്കം കുറിച്ചു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
പല രീതിയിലുമുള്ള സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ ഒരു പുഞ്ചിരിച്ചുകൊണ്ടെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതും ഒരു സ്വതക്കയായി മാറുമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും ഇടപെട്ടിരുന്നതും എന്നും സംരക്ഷിച്ചിരുന്നതും അനാഥകളെയും അഗതികളെയും പാവപ്പെട്ടവരെയും ഫഖറാക്കളെയും മസാക്കീന്മാരെയുമായി അവരെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ പ്രയാസപ്പെടുന്ന പ്രയാസങ്ങളിൽ അവർ അനാഥരല്ല, തനിക്ക് നാഥനുണ്ട് എന്ന് തെളിയിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഒരുപാട് മാതൃകകൾ നമുക്കുണ്ട്. മാർച്ച് 6 വരെയാണ് ബാലടുക്ക അൻസാറുൽ മുസ്ലിമിൻ അസോസിയേഷൻ സിൽവർ ജൂബിലി സമാപന സംഗമം നടക്കുന്നത്. CHM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ 25 വർഷത്തെ ചരിത്രം ആലേഖനം ചെയ്ത അൽ അൻസ്വാർ സുവനീർ പ്രകാശനവും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങൾക്ക് സ്നേഹോപഹാരവും നൽകി. ചടങ്ങിൽ സൂപ്പി ബാഖവി മുഖ്യ പ്രഭാഷണം നടത്തി. സലാം ചെർക്കള, ഷെരീഫ് ബാലടുക, സി അഹമ്മദ് മുസ്ലിയാർ, മുസാബി ചെർക്കള, എ അഹമ്മദ് ഹാജി, കെ അബ്ദുള്ള കുഞ്ഞി ചെർക്കള, AKM അഷ്റഫ്, അഷ്റഫ് എടനീർ, TD കബീർ, ആലമ്പാടി മുഹമ്മദ് ഹാജി, B മുഹമ്മദ് ഹാജി, JP മുഹമ്മദ് ദാരിമി, CP മൊയ്തു മൗലവി, നാസർ ചായിൻഡടി, KA മുഹമ്മദ് കുഞ്ഞി ഹാജി, നാസർ മല്ലം, E അബ്ദുള്ള ദാരിമി, ഷംസുദ്ദീൻ മൗലവി, നാസർ ചെർക്കളം, മുനീർ P ചെർക്കള, സിദ്ദിഖ് കനിയടുക്കം, ഷാഫി KA, ആമു ബാലടുക തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. അർഹമായ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, പെൻഷൻകാർക്കുള്ള ഇൻഷുറൻസ് സ്കീം സംഘടനയുമായി ചർച്ച ചെയ്ത് ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ അസംഘടിതരായി ഭിന്നിച്ചിരുന്നതിന്റെ ഫലമാണെന്ന ഒരു ചർച്ച അന്നത്തെ പെൻഷൻകാരിൽ വളരെ ശക്തമായി ഉയർന്നു വരികയും അത് നേതാക്കന്മാരിൽ അടക്കം വരികയും 90കളുടെ ആദ്യത്തിൽ അത് സംബന്ധിച്ച് ഗൗരവകരമായ ഒരു ചർച്ച രാജ്യത്ത് ഉയർന്നു വന്നു. പെൻഷൻകാർ മേഖലയിൽ ഇങ്ങനെ നമ്മൾ അർഹമായ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, പെൻഷൻകാർക്കുള്ള ഇൻഷുറൻസ് സ്കീം സംഘടനയുമായി ചർച്ച ചെയ്ത് ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. പ്രസിഡന്റ് P കൃഷ്ണൻ അധ്യക്ഷനായി. V കുഞ്ഞികൃഷ്ണൻ, S ഗോപാലകൃഷ്ണൻ, ബാലൻ ഒളിയക്കാൽ, C കരുണാകരൻ നായർ, M ശാരദ, P കുഞ്ഞമ്പു നായർ, VV ബാലകൃഷ്ണൻ, കൃഷ്ണൻ കുട്ടമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU-വിന്റെ നേതൃത്വത്തിൽ കാസർഗോട്ട് ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ മതേതര രാഷ്ട്രത്തിൽ ഇന്നിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നിർമ്മാണ മേഖലയിൽ പോകട്ടെ, എല്ലാ മേഖലയിലും ഉള്ള തൊഴിലാളികളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവരെ ജാതിയുടെയും മതത്തിന്റെയും അതുപോലെ ഭാഷയുടെയും ഒക്കെ പേരിൽ ഭിന്നിപ്പിച്ച് അവരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ ഭരണം നിലനിർത്താമെന്നാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്നത്. ഒന്നല്ല, ഇനി കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ വിവിധ ഭാഗങ്ങളിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ ലഹളകളും അത് വർഗീയതകളായിക്കോട്ടെ മറ്റുള്ള പല പേരുകളിലായിക്കോട്ടെ, എന്നാൽ നടന്നതിലെല്ലാം ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നിലനിന്നു പോകുന്നത്. നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കമ്പി, കല്ല് തുടങ്ങിയവയുടെ വില നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. TM നന്ദൻ, ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷം കുടുംബശ്രീ സംരംഭകർക്ക് സെമിനാർ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ചു വരുന്നത്. ആദ്യ ദിനത്തിൽ ലിറ്റിൽ തിയേറ്റർ പേടകത്തിന്റെ 250 വിദ്യാർത്ഥികൾ അണിനിരന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രാണനൂൽ ലൈറ്റ് ആൻഡ് ഷോ ഒരുക്കി. തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ണൂർ സംഘകലയുടെ മൾട്ടി വിഷ്വൽ വിൽക്കലാമേള അരങ്ങേറി. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം മാതൃസമിതി അവതരിപ്പിച്ച മെഗാ മോഹിനിയാട്ടവും നടന്നു. ഭക്ഷ്യമേളയും ഒരുക്കിയിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നൃത്തഗാനസന്ധ്യയും ശ്രദ്ധേയമായി. ബുധനാഴ്ച കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. മടിക്കൈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 21 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു പരിശോധന
നമ്മൾ നടത്തേണ്ടതുണ്ട്. അതാണ് ഈ 1000 ദിവസത്തിന്റെ ഭാഗമായി ഈ ഒരു വിഷയം കുടുംബശ്രീ ശാക്തീകരണ കുടുംബശ്രീ 20 എന്ന വിഷയത്തിൽ ഒരു സെമിനാർ അവതരിപ്പിക്കാൻ നമ്മുടെ മുഖ്യ സംഘാടകനെയും കുടുംബശ്രീ പ്രവർത്തകരെയും പ്രേരിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണം, സാമൂഹ്യ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, ഈ 3 മുദ്രാവാക്യങ്ങളിൽ ഊന്നിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൃഗവേട്ടയ്ക്കിറങ്ങിയ 5-അംഗ നായാട്ട് സംഘത്തെ കാസർഗോഡ് ഫോറസ്റ്റ് റേഞ്ച് ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടി. സംഘത്തെ കുടുക്കിയത് കാനത്തൂരിന് സമീപം പയർപ്പള്ളത്ത് വെച്ച്. പെരിയ ഇരട്ടക്കൊലക്കേസ് DCC സംഘടിപ്പിച്ച 48 മണിക്കൂർ നിരാഹാര സമരം അവസാനിച്ചു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര ഭരണി മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ചൊവ്വാഴ്ചയാണ് ആയിരത്തിരി മഹോത്സവം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ. പെരിയ കേരള കേന്ദ്ര കലാശാലയിൽ 3ാമത് ബിരുദദാന ചടങ്ങും 10ാം സ്ഥാപക ദിനാഘോഷവും ശനിയാഴ്ച നടക്കും. കേരള ഗവർണർ ജസ്റ്റിസ് P സദാശിവം അടക്കമുള്ള പ്രമുഖർ ചടങ്ങുകളിൽ പങ്കെടുക്കും. തുളു ജനവിഭാഗത്തിന്റെ കലാസാംസ്കാരിക സ്വപ്നങ്ങൾക്ക് നിറവർണം നൽകാൻ മഞ്ചേശ്വരം ദുർഗിപ്പള്ളത്ത് തുളു ഭവൻ വരുന്നു. നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇച്ചിലങ്കോട് നീർത്തട വികസന പദ്ധതി പ്രവൃത്തി ഉദ്ഘാടന പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. P കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചെർക്കള ബാലടുക്ക അൻസാറുൽ മുസ്ലിമിൻ അസോസിയേഷൻ സിൽവർ ജൂബിലി സമാപന സംഗമത്തിന് തുടക്കം. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.